ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയപ്പം കണ്ണനും എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നേ. എന്നിട്ട് കണ്ണനെ അതുവഴി ട്യൂഷന് വിടുകയും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ കയറി തൊഴുത് വെച്ചിറങ്ങിയിട്ട് ഇനി കണ്ണനെ സ്കൂളിലോട്ട് വിടാനായിട്ട് പോവുകയാണ് ഞാൻ. രാവിലെ കണ്ണന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തേച്ചാണ് അമ്പലത്തിൽ പോയത്. സ്കൂളിൽ കൊണ്ടുപോകാനെല്ലാം കൊടുത്തു. രാവിലെ അപ്പമായിരുന്നു. അപ്പോൾ കണ്ണന് രാവിലെ കറിയൊന്നും വേണ്ട, മീൻ വറുത്തത് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കണ്ണന് മീൻ വറുത്തത് കൂട്ടി ഇവിടെ അപ്പവും പാലും പഞ്ചസാരയും കഴിച്ചു. സ്കൂളിൽ മീൻ വറുത്തത് മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് പോയി. അങ്ങനെ കണ്ണനെയും വിട്ട് രാവിലെ കഴിക്കാനുള്ള കൊടുത്തു. ഇനി അച്ചുവിനുള്ള ഉണ്ടാക്കുന്നവർക്ക് അട മതി എന്നാണ്, അടയും മീൻ വറുത്തത്. അതും കൂടി ഇനി ഉണ്ടാക്കി രാവിലെ കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് വിടാനായിട്ട് തുടങ്ങുന്നു. അപ്പവും ചമ്മന്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചമ്മന്തി ഇന്നാൾ ചോദിച്ചായിരുന്നു. ഇത് വെക്കുന്ന ഏഴ് പ്രാവശ്യം വീഡിയോയിലൂടെ പറഞ്ഞാണ്. കടുക് വറക്കുന്നൊന്നുമല്ല, അല്ലാതെ ചുമ്മാ മിക്സിയിലിട്ട് ആദ്യം ഉള്ളി ഒന്ന് ചതച്ചെടുത്തേച്ച് അതിലേക്ക് തേങ്ങയും ഉപ്പും ശകലം മുളക് പൊടിയും കൂടി ഇട്ട് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. കടുക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ എടുക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ അപ്പത്തിന് കഴിക്കാനായിട്ട്. അപ്പോൾ അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചെല്ലടി, സമയം പോകുന്നു. എഴുതിയേച്ച് ഞാൻ പിന്നെ വിളിച്ചെന്ന്. ഞാനാണല്ലോ പഠിക്കാൻ പോകുന്നേ. നീ ആ പേനയും കൊണ്ട് നടക്കുന്ന ഞാൻ കണ്ടാണല്ലോ. എൻ്റെ പൊന്നച്ച്, ഇതൊക്കെ തലേദിവസം എടുത്ത് വെക്കണം. ആ, ഓരോന്ന് കണ്ടില്ല എന്നൊരു ദിവസം എടുക്കും. അതുകൊണ്ട് ശീലമായിപ്പോയി. എന്നാ ഫുഡ് എടുത്തോ? ആ വള്ളി ഇച്ചിരോട് കയറ്റി വെക്കാം ബാഗിൻ്റെ. അത് വല്ല കല്ലിൽ ഉടക്കി. ചെരുപ്പ് ചുമ്മാ ഇട്ടാൽ മതി, അവിടെ ചെന്നിട്ട് പിന്നെ ഇടാം. പിന്നെ അമ്പലത്തിൽ കയറിയിട്ട് പൊടി. സമയമൊക്കെ ഉണ്ട്. ടീച്ചറോട് പറഞ്ഞാൽ മതി അമ്പലത്തിൽ പോയതാണ്. രാവിലെ എല്ലാവരും പോയി. ഇനി കുറച്ച് ചീര പറിക്കാനുണ്ട്. പച്ചച്ചീരയൊക്കെ ഇപ്പോൾ ഒരുവിധം വലുതായി കേട്ടോ. അത് ഇച്ചിരി അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് അത് പൂ ഇടുന്നേ. അപ്പോൾ പൂ ഇടുന്നത് കൊണ്ട് അത് ഇനി പറിച്ച് തോരുമ്പോൾ ഒത്തിരി പൂത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പം അത് കുറച്ചേ ഉള്ളൂ. അതും പറിച്ച് പിന്നെ കുറച്ച് ചുമലച്ചീരയുണ്ട്. അങ്ങനെ ആദ്യത്തെ നമ്മുടെ ചീര നടീലിനകത്തെ വിളവെടുപ്പ് മുഴുവൻ നിന്നുകൊണ്ട് തീരും കേട്ടോ. അപ്പം അതിനി പറിക്കണം. പിന്നെ കോവയ്ക്കുണ്ട്, മെഴുക്കുവരട്ടി വെക്കാനുണ്ട്. അപ്പോൾ അതിങ്ങനെ കോവയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ട് മെഴുക്കുവരട്ടി വെക്കണമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാനായിരിക്കും കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ടാണ് വെറൈറ്റി എന്ന് പറഞ്ഞത്. അപ്പം അതുപോലെ ഒന്ന് മെഴുകുവരട്ടി വെച്ച് വെക്കണമെന്നുണ്ട്. കഴിക്കുമോ ഇല്ലെന്നൊരു ഇതില്ല. ഇച്ചിരി ഞാൻ വെക്കുന്നുള്ളൂ. എല്ലാവരും കഴിക്കുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. പിന്നെ മീൻ ഇരിപ്പുള്ളതുകൊണ്ട് മീൻ വെക്കട്ടെ. പിന്നെ ഒരു ചമ്മന്തി, അതൊക്കെ ഉള്ളൂ ഉച്ചക്കത്തെ കറി. ചമ്മന്തി അല്ല കേട്ടോ, മത്തങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു. മത്തങ്ങ ഒരു ശകലം ഇരിപ്പുണ്ട്. അപ്പോൾ അതും കറി വെച്ചങ്ങ് എടുക്കാത്ത കുറേ ദിവസം അത് മേടിച്ച് വെച്ചിട്ട് ഇനി അതിരുന്ന് അഴുക്കായി പോകത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യണം. പിന്നെ നമ്മുടെ രജനി പറഞ്ഞായിരുന്നു, അവരുടെ ലവ് മാരേജ് ആയിരുന്നു. പുള്ളിക്കാരി ക്രിസ്ത്യനും അല്ല, പുള്ളിക്കാരി ഹിന്ദു അല്ല, പുള്ളിക്കാരൻ ഹിന്ദുവും പുള്ളിക്കാരി ക്രിസ്ത്യനും ഞങ്ങളുടെ ഇവിടുത്തെ പോലെ തന്നെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഏത് ഇതാണേലും നമ്മൾ ജീവിക്കുന്നവരിക്കും. നമുക്ക് പ്രശ്നം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കാൻ സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പം ഏത് മതത്തിലെന്നുള്ളതല്ല, നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലുത്. പിന്നെ അതിന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ പഴയ വീഡിയോസ് എല്ലാം ഇരുന്ന് തച്ചിരുന്ന് കാണുമെന്നൊക്കെ കിടപ്പുണ്ടല്ലോ. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പം എന്നെപ്പോലെ തന്നെ ഒരാൾ കൂടെ ഉണ്ടല്ലോ എൻ്റെ കൂട്ടത്തിൽ എന്നെനിക്ക് തോന്നി. അപ്പം ഇനി എനിക്ക് കറിയൊക്കെ ഒന്ന് വെക്കണം. അതെല്ലാം കൂടെ ഒക്കെ ഉള്ളൂ. ഇനി ഇച്ചിരി ഇരുന്നിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഉടനെ ഇല്ല. കാലുവേനയൊക്കെ കുറവായിട്ട് വരുന്നുണ്ട്. കാര്യം വലിയ ഓട്ടോ ചാട്ടത്തിലായിരിക്കുന്നുണ്ട്. ഇച്ചിരി കുറവായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ മുണ്ടൊക്കെ പശ മുക്കണമെന്നുണ്ട്. അതൊന്നും പ്ലാൻ ചെയ്താലൊന്നും എൻ്റെ കാര്യം നടക്കത്തില്ല. ഞാൻ അന്നേരം ചെയ്തു പോകുന്ന കാര്യങ്ങളങ്ങ് ചെയ്തു പോയാലും കേട്ടോ. അല്ലെ പ്ലാൻ ചെയ്താൽ ഒരു കുന്തവും നടക്കരുത്. അതുകൊണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഇത് പശയൊക്കെ മുക്കിയിടണമെന്നുണ്ട്. ചേട്ടൻ്റെ മുണ്ടെല്ലാം ഇനി കഴുകി വെച്ചേക്കുവാണ്. മുണ്ടെല്ലാം തേച്ചെല്ലാം തീരാറേ. അപ്പം അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നും രാവിലെ വെയിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ തോന്നുന്നു നമുക്കൊന്നും ഒരുമാതിരി മഴക്കാറുള്ള പോലെയും തോന്നുന്നുണ്ട്. അപ്പം എന്നാണേലും ഇനി നമ്മുടെ കുറേ പരിപാടിയൊക്കെ ഒത്തിരി പ്ലാനിങ് ഒക്കെ ഉണ്ടെന്ന് എല്ലാം ഈ കാല് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. അപ്പം മറക്കണ്ട കേട്ടോ.
നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യരുതേ. കാര്യം എന്നോടും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ വേണ്ട, ലൈക്ക് മാത്രം ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർ കമൻറ്റ് ഇട്ടാൽ മതി. ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പം ഞാൻ ചീരയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയേക്കുവാണ്. അപ്പം ചുമലച്ചീര വലുതായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പച്ചച്ചീര മാത്രം പറിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് നമ്മൾ നട്ടതൊന്നും അല്ലെങ്കിലും ഉണ്ടല്ലോ, നല്ല പോലെ അറുത്ത് കിളുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റ് ചീരയ്ക്കൊക്കെ ഇടുമ്പം ഇതിനും വളം ഇടുന്നുണ്ടായിരുന്നു. ആ കൂടെ തന്നെ കാടും നല്ലപോലെ ഉണ്ട്. ഇതിനകം ഒന്ന് വൃത്തിയാക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. ഓരോരോ കാര്യങ്ങളാണ്. സന്ധ്യ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് പണിയെല്ലാം തീർത്ത് വിളക്ക് കത്തിക്കാറാവുന്നതുകൊണ്ട് പിന്നെ നേരത്തെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങി ഓരോന്നും ചെയ്യാനായിട്ട് അങ്ങ് മടിയാണ്. അതേസമയം രാവിലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇറങ്ങിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഇവർ ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഒരു പരിപാടിയും രാവിലെ നടക്കത്തില്ല. ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. അന്നേരത്തേക്ക് ഇവിടെ നല്ല വെയിലും ആകുമേ. അപ്പോൾ ഇപ്പം തന്നെ വെയിലായിട്ടുണ്ട്. അപ്പം ഞാൻ ചീരയെല്ലാം ഒന്ന് പറിച്ചെടുത്ത് ഒന്ന് കഴുകിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നിന്നതെല്ലാം ഇനി പറിച്ചു കേട്ടോ. കുറച്ചുണ്ടായിരുന്നു. പൂക്കുന്നുണ്ട് ഇത് പെട്ടെന്ന്. എനിക്കിത് മണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ തന്നെ കിളുത്ത് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പൂക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇനി പറിച്ചു. നമ്മൾ പറിച്ചതെടുക്കുമ്പോഴുള്ള ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. ഇത് സത്യം പറയാൻ നട്ടതല്ല, തന്നെ കിളുത്ത് വന്നതാണ്. പക്ഷേ ഇഷ്ടം പോലെ ചീരയുണ്ട് കേട്ടോ. നല്ലതല്ല. ഇടയ്ക്കിടയ്ക്കാണ് ചെറിയ ചെറിയ രീതിക്കുള്ള പുഴു തിന്ന പോലുണ്ട്. ചിലതേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ല, ഇച്ചിരിയൊക്കെ ഉള്ളൂ. 2-3 ഇലയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഈ ഇതുള്ള ഇലയെല്ലാം കളയും കേട്ടോ, തോരൻ വെക്കാണ്ടെടുക്കത്തില്ല. ഇങ്ങനെ ഈ കിഴുത്ത വീണ ഇലയൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ളതുണ്ട് കേട്ടോ. ഒരു സന്തോഷം നമ്മളിങ്ങനെ പറിച്ച് അതെടുത്ത് തോരൻ വെക്കുമ്പോഴത്തേക്ക്. ചീരയെല്ലാം ഇനി ഇലയൊക്കെ നോക്കി ഒന്ന് കഴുകിയെടുക്കുവാണേ. നമ്മൾ ചീര എത്ര നമ്മുടെ മുറ്റത്തുനിന്നാന്ന് പറഞ്ഞാലുണ്ടല്ലോ, ചിലപ്പോൾ അതേ പുഴു കാണും. അതുപോലെ നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മണ്ണ് നല്ലപോലെ തെറിക്കും അതിലോട്ട്. അതിനാണ് കഴുകി ഇങ്ങനെ എടുക്കുന്നത്. കുറച്ച് മണ്ണേലും കാണും കേട്ടോ. ഞാൻ എപ്പോൾ ചീര കഴുകിയെടുക്കുമ്പോഴും ഒരു ശകലം മണ്ണൊക്കെ കാണും. അതിൽ ചുമലച്ചീരയൊക്കെ കൂടുതൽ പെട്ടെന്ന് പുഴു പിടിക്കുന്ന എനിക്കൊന്ന് പച്ചച്ചീരയിലാണെന്ന് തോന്നുന്നു. പിന്നെ പൂവുള്ളത് അതൊക്കെ കളഞ്ഞ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്. കഴുകിയെടുക്കുമ്പോൾ അതെല്ലാം നമുക്ക് ശ്രദ്ധിച്ചെടുക്കാൻ പറ്റും. കഴുകി വെച്ചേക്കാണെങ്കിൽ നമ്മുടെ മറ്റു പണിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമെല്ലാം തോർന്ന് എല്ലാം നല്ല ഇതായിട്ടിരിക്കും. അത് നമുക്ക് അരിഞ്ഞെടുക്കാൻ എളുപ്പമുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് വെച്ച് വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുക്കും കേട്ടോ. ആവശ്യത്തിനകത്ത് നല്ലപോലെ മണ്ണുണ്ടായിരുന്നു. ഇനി ഇലയിലെങ്ങനെ എവിടെയെങ്കിലും വല്ല മണ്ണോ വല്ല ഇരിപ്പുണ്ടെങ്കിൽ കോട്ടയം നോക്കുകയാണ്. 2 പ്രാവശ്യം കഴുകിയെടുക്കും. ഈ പ്രാവശ്യം മണ്ണില്ല. ചീരയെല്ലാം കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ട് ഞാൻ തുണി വിരിക്കാനായിട്ട് കയറി മേളിലോട്ട് വന്നേ. അപ്പോൾ ചേട്ടനും കൂടെ എൻ്റെ കൂടെ വന്ന് കാല് ചെയ്യാതെ നീ ഒത്തിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട, തുണി വിരിക്കാനുള്ളതല്ലായിരുന്നു, പശ മുക്കാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പശ മുക്കാൻ ഷർട്ടായിരുന്നു കൂടുതൽ ഇപ്രാവശ്യമേ. അപ്പോൾ അത് മുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുക്കാനായിട്ട് ഞാൻ പശയെല്ലാം ഉണ്ടാക്കി വെച്ച്. ഞാൻ കൂവപ്പൊടിയാണ് കൂടുതലും പശയായിട്ട് ഉപയോഗിക്കുന്നത്. മൈദ ഞാൻ ഇടയ്ക്ക് എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മൈദയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ പശയുണ്ട്, പക്ഷേ തുണിയിലങ്ങ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും കൂവപ്പൊടിയിലേക്ക് തന്നെ, കൂവപ്പൊടിയായിരുന്നു അതിലൂടെ ശകലം മൈദ ഞാൻ ചേർക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ കൂവപ്പൊടി മാത്രം ഇട്ടാണ് പശ മുക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ പശ മുക്കി വിരിക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. ഭയങ്കര ചൂടാട്ടോ. ഇങ്ങനെ ഈ നെറ്റ് കെട്ടിയേക്കുന്നതിന് ശേഷം അവിടെ അടുത്ത് ചൂട് ഫുള്ള് താട്ടങ്ങ് ഇറങ്ങുവാണ്. ഒരു ശകലം കാറ്റോ ഒന്നും വെളിയിൽ നിന്ന് വരാനില്ല. ചുറ്റിനും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പൂച്ചയുടെ ശല്യം ഇപ്പം അങ്ങനെ ഇല്ല. അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട്. അപ്പം ചേട്ടൻ എനിക്ക് അവിടെ അയെല്ലാം കെട്ടി തരുക കേട്ടോ. ഒത്തിരി അയ കെട്ടിത്തന്ന് തുണിയെല്ലാം വിരിച്ചിടാനായിട്ട്. അപ്പം ഞാൻ പശ മുക്കാനുള്ള മുണ്ടൊക്കെ എടുക്കുവാണ്. ഇനി അതൊക്കെ പശയൊക്കെ മുക്കിയതിന് ശേഷം ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ മതി. ചേട്ടൻ വിരിച്ചിട്ടുള്ളൂ.
അപ്പം ചില സമയത്തൊക്കെ എന്നെ ഇങ്ങനെ സഹായിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും വയ്യാഴിക എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന് ഞാൻ വിളിക്കാതെ തന്നെ വന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ കൂടെ അയയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ കൂടെ ഞാൻ പശ തുണി മുക്കാനായിട്ട് തുടങ്ങാനായിട്ട് പോകണം. ഈ കൂവപ്പൊടി നല്ലപോലെ ഞാൻ വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് പൊടി പച്ചവെള്ളത്തിലാണ് കലക്കുന്നത്. പച്ചവെള്ളത്തിൽ കലക്കി അതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പശയായിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് ഇച്ചിരി കൂടെ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ട് ഇച്ചിരി വെള്ളവും കൂടെ അതിനകത്തിട്ട് ചേർത്തിട്ടാണ് തുണി മുക്കുന്നത്. അപ്പോൾ ഓരോന്നും വീതം ഞാൻ മുക്കി ഇനി ആദ്യം കുറച്ചൊക്കെ ഞാൻ വിരിച്ചു കേട്ടോ. ചേട്ടനായ കെട്ടുന്നതുകൊണ്ട് ഞാനങ്ങ് വിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ വീണ്ടും ഞാൻ തന്നെ. അത് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കയറി വന്ന് പിന്നെയും ചേട്ടൻ്റെ കൂടെ കുറേ കൂടി തുണിയൊക്കെ വിരിച്ച്. അപ്പം തുണി വിരിക്കുന്നതിന് മുന്നേ അവിടെ എനിക്ക് ആ അയ കെട്ടിക്കുന്നില്ല, അതേ മൊത്തം ചെളിയുണ്ട്. അവിടെ കിടന്ന കുറേ വയറൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിക്കൊന്ന് ചേട്ടൻ തുടച്ചിരുവാടെ. വെള്ളം തൊട്ട് തുടക്കിയെങ്കിൽ അതിൽ അഴുക്ക് മൊത്തം പൊക്കോളും. അങ്ങനെ അതെല്ലാം ചെയ്തിച്ച് പിന്നെ എന്നെ തുണിയൊക്കെ വിരിക്കാനും എല്ലാം സഹായിച്ച്. അതുകൊണ്ട് എനിക്ക് പണി എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെയാണെങ്കിലുണ്ടല്ലോ തീരെ കലർന്ന അടുക്കളയിലെ പണി ഈ തുണി വിരിക്കലും പശമുക്കലും എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു പണിയാണ്. അപ്പോൾ അതെല്ലാം കൂടെ നടക്കത്തില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ വിരിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ പണി തീർന്ന് അത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലോട്ട് ഇനി വീണ്ടും കയറാൻ. ചീരയില തോരൻ വെക്കാനായിട്ടാണ്. അപ്പോൾ പച്ചച്ചീര തോരൻ വെക്കാനായിട്ടാണ് ഇന്ന് പറിച്ചത്. അപ്പം ഇതിനകത്ത് ഞാൻ ഇച്ചിരി മുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഉണ്ടമുളക് ചീരയുടെ കൂടെ. ഈ ഉരുളിക്കകത്ത് എന്നതാ പറ്റിയേക്കുന്നതെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്നാണെന്നറിയാമോ, ഞാൻ ഇതിനകത്തായിരുന്നു ആദ്യം അരിഞ്ഞത്. അപ്പം അതിനകത്ത് അരിഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒത്തിരി ചീരയുണ്ട്. അപ്പം ചീനിച്ചട്ടി വെച്ചാൽ ചിലപ്പോൾ അത് മുഴുവനും ഇട്ട് ഇളക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനോട് തന്നാൽ പിന്നെ ഉരുളിക്കകത്ത് തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും കൂടെ ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത്. ഞാനെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചീര തോരൻ വെക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ ഞാൻ ഇല അതിനകത്തോട്ട് ഇടത്തുള്ളൂ. ഉപ്പ് അരപ്പേ നല്ലപോലെ പറ്റിച്ചതിന് ശേഷമേ ഇല അങ്ങോട്ട് എടുത്തുള്ളൂ. എനിക്കത് ഏത് ഇല തോരൻ വെക്കുന്നതാണേലും. തന്നെ കിളുത്ത് വന്നാന്ന് പറഞ്ഞാലും ഇച്ചിരി വളവും വെള്ളവും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ തോരൻ വെക്കാനുള്ളത് അത്രയും നമുക്ക് കിട്ടിയില്ലേ. വിഷമില്ലാത്ത പച്ചക്കറി കിട്ടിയില്ലേ. എന്നാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മുറ്റത്തു നിന്നൊക്കെ പറിച്ച് തോരൻ വെക്കുന്നത് അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ദിവസം ഇല പറിച്ച് തോരൻ വെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഫ്രഷായിട്ട് തന്നെ നിന്നോളൂല്ലോ. നാളെ ആണെങ്കിലും നമുക്ക് പറിച്ചൊന്ന് തോരൻ വെക്കാൻ പറ്റുള്ളൂ. കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയാണോ? അത് അന്നേരം തന്നെ തോരൻ വെച്ചില്ലെങ്കിൽ വാടിപ്പോകും. പിന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ കൊള്ളത്തില്ല. നമുക്ക് മുറ്റത്തു നിന്ന് പറിച്ചെടുക്കുമ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേച്ച് അടച്ചു വെച്ച് വേവിക്കട്ടെ. കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് ഞാൻ അരിഞ്ഞ് ഇങ്ങനെയാണ്. എന്നും നമ്മളെല്ലാം റൗണ്ടിലൊക്കെ അരിഞ്ഞല്ലേ മെഴുക്കുവരട്ടി വെക്കുന്നത്. ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട്. ഇതിനകത്ത് പച്ചമുളക് ഉണ്ട് കേട്ടോ. രണ്ടും ഒരേ കളറായിട്ട് കാണാൻ പറ്റാത്തതാണ്. അതുപോലെ കോവയ്ക്ക ഇതുപോലെ കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. കനം കുറച്ചരിഞ്ഞ് എനിക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാനൊക്കെ ഇച്ചിരി നല്ലതായിട്ട് അരിയാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു പഴുത്തതും ഉണ്ട് നമ്മുടെ ഇതിൽ നിന്ന് പറിച്ചു. പക്ഷേ അതൊക്കെ നമുക്ക് അരിയാൻ പറ്റുന്നുണ്ട്. കടയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി പഴുത്ത ഒരു ഇതാണെങ്കിൽ നമുക്കത് അരിയാൻ കനം കുറച്ചെടുക്കാൻ പറ്റത്തില്ല. അതങ്ങ് തെന്നി അങ്ങ് പോകും. ഞാൻ ഇന്ന് ഇങ്ങനെ എല്ലാവരും വെക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഞാനിത് ആദ്യമായിട്ട് വെക്കുന്നത് കേട്ടോ. എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ വെക്കേണ്ട, നീ അല്ലാത്ത ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്ക്, രുചി തന്നെ നമ്മളൊന്ന് അറിയണ്ടേ. എന്നും ഒരേ രുചി മാത്രം നമ്മൾ അറിഞ്ഞാൽ ആ ഒരു ഇത് മാത്രമേ അറിയുള്ളൂ. ഇതിനി എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കട്ടെ. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കട്ടെ. ഇതിനകത്ത് നല്ലപോലെ ഒന്ന് മൊരിയട്ടെ. പെട്ടെന്നൊന്നും മൊരിയല്ല, ചില കഴിഞ്ഞപ്പോഴത്തെ ആദ്യം ഒന്ന് വാടിയൊക്കെ കിട്ടട്ടെ. നമുക്ക് നമ്മുടെ ചീര വെന്തോന്ന് നോക്കാം. ചീര ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയായിരുന്നു കേട്ടോ. ഇളക്കി വെച്ചാണ് പിന്നെ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചത്.
ചീര വേകാനൊന്നും അധികം സമയമൊന്നും വേണ്ട. പിന്നെ ഇതിനകത്ത് ഇനി തണ്ട് അരിഞ്ഞിടുന്നതുകൊണ്ടാണ് ഇത് ഇച്ചിരി നേരം പെട്ടെന്ന് ചീര ആവി കയറിയാൽ അന്നേരം വേകുന്നത്. അപ്പോൾ തണ്ട് എളുപ്പം തണ്ടാണ്. ചീര റെഡിയായി. സ്വന്തമായിട്ട് അധ്വാനിച്ച് അത് സ്വന്തമായിട്ട് തന്നെ കറി വെച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമല്ലേ. ജോലി ചെയ്യുന്നവർക്ക് കേട്ടോ, ചെയ്യാത്തവരൊക്കെ വേറെ പണിയില്ല എന്ന് ചിന്തിക്കും. പക്ഷെ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. പിന്നെ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ. അത് നമ്മൾ ഓരോരുത്തരുടെ മനസ്സനുസരിച്ചിരിക്കും. പിന്നെ എല്ലാം ഓരോരോ ഇതാണ്. പിന്നെ നമ്മുടെ രജനി, തിരുവനന്തപുരത്ത് കിടന്ന രജനി പാലക്കാടാണ് കല്യാണം കഴിഞ്ഞ് പോയിരിക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് തൊഴിൽ കിടന്ന് ഞാൻ ഇവിടെ, പക്ഷെ ഞങ്ങൾ റാന്നി താമസിച്ചിരുന്നായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എന്നെ കണ്ടുമുട്ടിയത്. രജനി എങ്ങനെ കണ്ടുമുട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. പാലക്കാട് കിടക്കുന്ന ആൾ തിരുവനന്തപുരത്ത് കിടക്കുന്ന രജനി എങ്ങനെ കണ്ടുമുട്ടിയെന്നത്, ഇനി ഒരേ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നതാണോ അതോ ഇനി പഠിക്കാൻ വന്നതാണോ എനിക്കൊന്നും അറിയില്ല. എന്നാണേലും രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് രജനിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കറിയാം. എന്ന് ഇതുപോലെ രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊരു ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, പിള്ളേരെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന്. വീഡിയോയിൽ അച്ഛൻ കണ്ണനും ഉണ്ടല്ലോ, ഒരു രണ്ടുപേരും ഉണ്ട്. രാവിലത്തെ വീഡിയോയിലും ഉണ്ട്, വൈകിട്ടത്തേലും ഉണ്ട്. പിന്നെ പകലൊരു സ്കൂളിൽ പോകുമല്ലേ, സ്കൂളിൽ പോകുന്നതുകൊണ്ട് ആ സമയത്ത് അവരില്ലെന്നേ ഉള്ളൂ. ബാക്കി സമയത്ത് അവർ വീഡിയോയിലുണ്ട്. എനിക്ക് തോന്നുന്നത് അമ്മ ഇനി വീഡിയോ ശരിക്കും കണ്ടില്ലേ, കാണാതാണോ പറഞ്ഞത്. കാര്യം വീഡിയോ പിള്ളേർ രണ്ടുപേരും ഉണ്ട് കേട്ടോ. കുട്ടികളില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഇനി അമ്മയുടെ അടുത്ത് കുട്ടികളില്ലാത്തതുകൊണ്ടെന്നാണോ ഉദ്ദേശിച്ചത്, അതോ വീഡിയോ കുട്ടികളില്ലാത്തതുകൊണ്ടാണോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വീഡിയോയിലാണെങ്കിൽ പിള്ളേർ രണ്ടുപേരും ഉണ്ട്, അതിനകത്ത് വീഡിയോയിലുണ്ട്. അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീൻ വറുത്ത് കഴിഞ്ഞു. ഇനി ഈ മെഴുക്കുവരട്ടിയും കൂടെ റെഡി ആയാൽ നമ്മുടെ ഉച്ചക്കത്തെ ചെറു താമസിച്ച് എന്നറിയാം. തുണി പശ മുക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് താമസിച്ചു. ഈ തുണി പശ മുക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ ദിവസം ഞാൻ നേരത്തെ എല്ലാം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ പശ മുക്കുന്നില്ല എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ കൂടെ കൂടാൻ, നീ തന്നെ കിടന്ന് ചെയ്യണ്ട. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയപ്പോഴത്തേക്ക് പണി പെട്ടെന്ന് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ വന്നേച്ചാണ് ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കാൻ തുടങ്ങിയത്. കറി ഇരിപ്പുണ്ട്, ഇന്നത്തെ വഴുതനങ്ങ കറി കുറച്ചിരിപ്പുണ്ട്. ബാക്കി മെഴുക്കുവരട്ടിയും തോരനും അതൊക്കെ മതി. ഇന്ന് അതൊക്കെയാണ് ഇന്നിപ്പോൾ റെഡിയാക്കുന്നത്. കഴിഞ്ഞ് ഇനി ഈ മെഴുക്കുവരട്ടിയും കൂടെ ഒന്ന് ശരിയായാൽ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ആകും. അതുപോലെ തന്നെ ഞാൻ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഗീതേച്ചി പറഞ്ഞു കേട്ടോ, മറക്കത്തില്ല, ചെയ്തു, ഇനി വീണ്ടും ഇത് പറയണ്ടെന്ന് പറഞ്ഞു. അത് ചേച്ചി ചുമ്മാ കമൻറ്റ് പറഞ്ഞ കേട്ടോ. പക്ഷേ ഗീത ചേച്ചിയുടെ കാര്യത്തിൽ സത്യമാണ് കേട്ടോ. ചേച്ചി കമൻറ്റ് വിടും, ലൈക്കും ചെയ്യും, ഭയങ്കര സപ്പോർട്ടാണ് ചേച്ചി. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല ചേച്ചി, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ചേച്ചിയുടെ കൂട്ട് മനസ്സായിരുന്നു എല്ലാവർക്കും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ ഏത് ലെവലിൽ എത്തിയേനെന്നറിയാവോ. ചേച്ചിയുടെ കൂട്ട് ഒരു ചേച്ചിയുടെ മനസ്സിൻ്റെ ശകലം ആരും കാണിച്ചിരുന്നെങ്കിൽ, ചേച്ചി തന്നെയല്ല കേട്ടോ, നമ്മുടെ രഞ്ജിനി, പിന്നെ ശിവാനി, വിജി ആണെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും എനിക്ക് കമൻറ്റ് വിടാറുണ്ട്. വീഡിയോ ഫുൾ അത് കാണുന്നുണ്ടെന്ന് വിജിയുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്കറിയുകയും ചെയ്യാം. അങ്ങനെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നവരാണ് വിജി, ശിവാനി, പിന്നെ ദേവൂട്ടി, പിന്നെ ബീന മനോജ്, നമ്മുടെ മലയാളപ്പുഴയിലുള്ള, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ആരെങ്കിലും പേരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലരുണ്ടല്ലോ, നമ്മളൊന്ന് ലൈക്ക് ചെയ്യുമെന്നല്ലേ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ പോലും ചെയ്തില്ലെന്ന്. അതുകൊണ്ടാണ് അത് ചിലപ്പോൾ അവരുടെ തിരക്കിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കാം. ഞാനും പലപ്പോഴും വീഡിയോ കാണുന്ന അടുക്കള ജോലി ചെയ്യുമ്പോഴാണ് പലരുടെയും വീഡിയോ കാണുന്നത്. ഇത് ഓണാക്കി വെച്ചേച്ച് അടുക്കള പാത്രം കഴിവും അങ്ങനെയൊക്കെ. അപ്പോൾ കമൻറ്റ് ഇടാൻ പലപ്പോഴും വിട്ടു പോകാറുണ്ട്. വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് കമൻറ്റ് ഇടാനായിട്ട് എനിക്ക് പറ്റില്ല. ലൈക്ക് ഞാൻ പിന്നെ എന്താ പറയുക, വീഡിയോ തുടങ്ങുമ്പോഴേ കിട്ടേക്കും. കമൻറ്റ് നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. അന്നേരത്തേക്ക് അടുത്ത വീഡിയോ കയറി വരും. പിന്നെ ആ വീഡിയോ ഞാൻ കാണും മിക്കപ്പോഴും. പിന്നെ അതുകൊണ്ട് പലരുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നത്. ഇനി അങ്ങനെയാണെന്നും നമുക്കറിയാൻ പറ്റത്തിട്ട്. ഓരോ വീട്ടമ്മമാർക്കും വീട്ടിൽ എന്തെല്ലാം ജോലികൾ, ഇഷ്ടം പോലെ ജോലിയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് അവരോട് താങ്ക്സ് പറയണ്ടേ.
അപ്പം അതുകൊണ്ട് പറയുന്നത് കേട്ടോ. ഗീതേച്ചി ഭയങ്കര കട്ട സപ്പോർട്ടെന്നറിയാം. അതുകൊണ്ട് ഗീതേച്ചി ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരാളായി കേട്ടോ. എപ്പോഴും ഗീതേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയൊക്കെ ചെയ്ത് ഗീതേച്ചിയുടെ കമൻറ്റും ഒക്കെ വായിച്ച് ഗീതേച്ചി ഇപ്പം ഇവിടുത്തെ ഒരാളായി എപ്പോഴും പറഞ്ഞു. അതുപോലെ ഇപ്പം ബിജി എല്ലാവരും ആയിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെയൊക്കെ പേര് എപ്പോഴും ഞാൻ വീട്ടിൽ പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കൊക്കെ എല്ലാവരും പരിചയമാണ്. ആരെയും കണ്ടിട്ടില്ലേലും എല്ലാവരും ഒരു പരിചയമാണ്. അപ്പം വീണ്ടും പറയാം എല്ലാവരോടും കൂടെ, എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറന്നേക്കല്ലേ കേട്ടോ. ജയപുരത്തിലെ ജയചേച്ചി പറയുന്നത് ഇനി ഞാനും വടിയെടുക്കും, വടിയെടുത്ത് ഭീഷണിപ്പെടുത്തി പറയും, എന്നാലേ ശരിയാവുള്ളൂ. ജയചേച്ചി അങ്ങനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേ ജയചേച്ചിക്ക് എല്ലാവരും സപ്പോർട്ടായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഏകദേശം സെറ്റായി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ചേർക്കാവേ. നമ്മുടെ കോവയ്ക്ക മൊരിഞ്ഞു. ഇനി അതിലേക്ക് ശരിക്കും അങ്ങോട്ട് മൊരിഞ്ഞിട്ടില്ല, എന്നാലും മൊരിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു വെജിറ്റബിൾ മസാലപ്പൊടിയുടെ ടിന്നുണ്ടായിരുന്നു, കിട്ടി. ചില സമയത്ത് നമ്മൾ ധൃതി വെച്ചും തപ്പുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം ഒരു സമയത്താണ് കിട്ടുന്നത്. പെട്ടെന്നൊന്നും കിട്ടുകയില്ല നമ്മൾ ധൃതി വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അതിന് ഞാൻ എപ്പോഴും എല്ലാം അടുത്ത് വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അല്ലെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ കരിഞ്ഞു. ഒരു ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത്, ഇത് ഞാൻ കണ്ടാണ് ഒരാൾ വെക്കുന്നത്, അപ്പോൾ അതുപോലൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇച്ചിരി മസാലപ്പൊടി, വലിയ കളർ വ്യത്യാസമൊന്നും വരുന്നില്ല, മസാലപ്പൊടിയുടെ ഒരിതേ ഉള്ളൂ. ഞാൻ മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ടട്ടെ. ഇന്നലത്തെ വഴുതനങ്ങക്കറി ശകലം ഇരിക്കുള്ളൂ കേട്ടോ, ഉച്ചക്കത്തേക്കുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ചീരത്തോരൻ, മീൻ വറുത്തത്, മെഴുക്ക് പുരട്ടി, ഇത്രയാണ് നമ്മുടെ ഉച്ചക്കത്തെ കറിയൊക്കെ. ഇനി ഊണൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം കാണാം കേട്ടോ. പിള്ളേരൊക്കെ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ രാത്രിയിലോ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞില്ല. ചിലപ്പോൾ അങ്ങ് മറന്നു പോകുന്നു, പിള്ളേർ വന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട്. അപ്പം നമുക്ക് വൈകിട്ട് കാണാം. ഇത് വൈകിട്ടത്തേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരി അരച്ചാണ്. അരിയും ശർക്കരയും പഴവും മാത്രം അരച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോൾ അരച്ച് എന്നാന്ന് ചോദിച്ചാൽ, നല്ല വെയിലല്ലേ ഇപ്പോൾ, പെട്ടെന്ന് പുളിക്കും, ചൂട് കാരണം. അപ്പോൾ രാവിലെ ഞാൻ അരച്ച് വെച്ചാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് മൊത്തം ഇതാവുമെന്നറിയാം. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. 4 മണിയായി, പിള്ളേരൊക്കെ വന്നു, ഇവിടെ വന്ന് ബഹളമൊക്കെ തുടങ്ങി. ഇനി ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ദൈവമേ, നല്ല ഉണ്ണിയപ്പമായിരിക്കണേ. എടി അടങ്ങിയിരിക്കച്ചു. ഏത്? അയ്യോ, അത് അച്ഛൻ എൻ്റെ തന്ന. അതെടുക്കില്ല, അതെൻ്റെ തന്ന. ആവശ്യമുണ്ട് പൈസക്ക്. മോടെ മറ്റന്നാളത്തെ അത് ഞാൻ പറഞ്ഞാലേ നടക്കൂ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ അച്ഛൻ തരൂ. ഇവിടെ ഉണ്ണിയപ്പമൊക്കെ ഒഴിച്ചു. ഇത് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ആയിട്ട് പിടിക്കും എന്നോർത്ത് പേടിക്കണ്ട കേട്ടോ. എന്നാ ഒരു ഒച്ച വെക്കാതെ പപ്പടം കുത്തി ചേച്ചി കൊടുത്ത് വലുത് പിടിക്കും എന്നോർത്ത് മാത്രം പേടിക്കണ്ട. വേണ്ടേ, മറിച്ചിട്ട്. മറിയുന്നില്ല. ഒത്തിരി നാളായി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട്. അച്ഛന് ഇഷ്ടമല്ല ലെഡി? ഇഷ്ടം. അത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി. നാളെ ക്ലാസ് ഇല്ലല്ലോ, അതിൻ്റെ അല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. പഴം ഇച്ചിരി കൂടുതൽ ചേർത്ത്, അതുകൊണ്ടാണ് തോന്നുന്നു ഇച്ചിരി സോഫ്റ്റാണ്. വേറെ പാത്രത്തിൽ ഇച്ചിരി എണ്ണ എടുക്കാനുണ്ടല്ലോ, ഇത് ഒഴിച്ചെടുക്കാൻ എളുപ്പമാണ്. രണ്ടും അപ്പുറത്ത് ഭയങ്കര ബഹളമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ചൂട്, ഇപ്പോൾ കുളിച്ചിറങ്ങിയതേ ഉള്ളൂ, എന്നിട്ട് പിന്നെ വേർക്കുന്നു. എന്നാ ചൂടായത്, പെരക്കകത്ത് ഇരുന്നിട്ട് തന്നെ ഇത്രയും ചൂട്. അപ്പോൾ വെളിയിൽ കൂടെ ഇറങ്ങി നടക്കുന്നവരുടെ അവസ്ഥ എന്നതായിരിക്കും പാവങ്ങൾ. വണ്ടിയൊക്കെ ഓടിക്കുന്നവരുടെയും കൂലിപ്പണിക്കാരുടെയൊക്കെ അവസ്ഥയാട്ടോ കഷ്ടം. വണ്ടിയുടെ ചൂടും പുറത്തെ ചൂടും എല്ലാം കൂടെ ആയിക്കൊണ്ട് ശരിക്കും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അവർ. ഞാനിവിടെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയപ്പം തിരിച്ചിടുമായിരുന്നു, അത് അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇത് ചെയ്തതേ.
ഒന്നും കൂടെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ശർക്കര അത്ര അങ്ങോട്ട് കറുത്ത ശർക്കരയല്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് നല്ല കറുത്ത ശർക്കര കിട്ടുമേ, ചിലപ്പോൾ കിട്ടുന്നത് വെള്ള ശർക്കരയാണ്. ശർക്കരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടും. അപ്പം വേറെ കാര്യം കൂടെ പറയട്ടാണ് ഇപ്പോൾ അതെ. ഇന്നലത്തെ വീഡിയോയ്ക്ക് ഗീത ചേച്ചി പറഞ്ഞിരുന്നു BP ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല ചേച്ചി, ഞാൻ നോക്കി BP എനിക്ക് നോർമലാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് കാലിൻ്റെ വേദനയ്ക്കൊക്കെ കൈയുടെ വേദനയ്ക്കൊക്കെ കൊണ്ടുപോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് BP ഞാൻ അന്നേരം ലാബിൽ തന്നെ നോക്കി, അത് നോർമൽ BP ആയിരുന്നു. എനിക്കിങ്ങനെ BP കൂടിയിട്ടില്ല. പക്ഷേങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മുഖത്ത് ഉറങ്ങി എണീറ്റ് വരുന്നതിൻ്റെ ഒരു നല്ല ഉറക്കമൊക്കെ ഉറങ്ങിച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ മുഖം ഒരു ഇച്ചിരി ഇതായിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറും. ആ വീഡിയോയിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തെ ആ ഒരു ഇതങ്ങ് മാറുന്നുണ്ടല്ലോ. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മുഖം ഒന്ന് ഇതായിട്ടിരിക്കും. അത് ഈ വണ്ണം ഉള്ളതുകൊണ്ടാണ് എനിക്കത്. നേരത്തെ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. വണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കൂടിയതിന് ശേഷമൊക്കെ അപ്പോൾ നല്ലപോലെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അതെനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നം കൂടുമ്പോഴത്തേക്കാണ് വെയിറ്റും കൂടുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഭയങ്കര ചൂടുമായി, എനിക്ക് ഭയങ്കര ചൂട്. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഇത് ഒഴിച്ചതേ ഉള്ളേ. ഇനി അത് അവിടെ കിടന്നൊന്ന് ഇച്ചിരി ഒന്ന് മൂക്കട്ടെ. ഞാൻ വേറെ ചീനച്ചട്ടിക്കകത്തിട്ട് എണ്ണ എടുത്ത് അങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. പക്ഷേങ്കിൽ പിന്നെ അത്ര എണ്ണയും കൂടെ നമുക്ക് ഇതാവുമല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൂടെ തന്നെ ഇട്ട് മൊത്തം റെഡിയാക്കി എടുക്കാനാണ് ശ്രമിക്കുന്നത്. കൊച്ച് അച്ചാണ്, പക്ഷെ എന്നാലും 3, 6, 7 ഉണ്ടാക്കാം കേട്ടോ. 7 ഉണ്ടാക്കാമെന്ന് ഇതുള്ളതാണ്. ചിലത് 7 ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അച്ചാലും നല്ല റൗണ്ടായിരിക്കും. അപ്പം അതിനകത്ത് നല്ലപോലെ എണ്ണ ഇങ്ങനെ ഇതായിട്ട് വെളിയിലോട്ടൊരു തുള്ളി പോലും പോകാത്ത, ഇത് ഇച്ചിരി കൂടുതൽ ഒഴിച്ച് പോയെങ്കിൽ എണ്ണ ഇങ്ങനെ ഇത് തിളയ്ക്കുമ്പോൾ എണ്ണ വെളിയിലോട്ട് തെറിക്കും. അപ്പം ഞാൻ ഉണ്ണിയപ്പമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ആവി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നെ വേർത്ത് കുളിക്കുന്നു. നമ്മുടെ ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പം റെഡിയായേ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി അങ്ങോട്ട് അതിനകത്തൊരു കുത്തി ഇറക്കാത്ത കേട്ടോ. ഇറക്കിക്കഴിഞ്ഞ് ഈ അച്ചു പറയും അതിനുള്ള കിഴുത്തെല്ലാം കൂടെ ഇട്ട് വെച്ച് നമ്മൾ തന്നെ തിങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇതായിട്ട് അങ്ങോട്ട് കുത്തി അതിന് കിഴുത്ത് വെക്കുന്നില്ല. അവൾ പറയും ഒറ്റ ഉണ്ണിയപ്പം ഇല്ല കുത്താത്തതെന്ന് പറയും. ഇനി നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കാണിക്കാവേ. ഇതിപ്പോൾ പെറുക്കി തിന്നാൻ വരും, അല്ലേ നോക്കിക്കോ. ആ വന്നല്ലോ വനമാല. ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ. ഇനി ലാസ്റ്റ് ഇതായിട്ടുണ്ട്. എന്നൊക്കെ വന്നതല്ലേ കടുങ്കാപ്പി എടുക്ക്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ തൊട്ട് നോക്കാൻ വരുന്നല്ലോ. അടിയിൽ നിന്ന് എടുക്കുക, ഏറ്റവും അടിയിൽ നിന്ന് എടുക്കുക. അപ്പോൾ തണുത്ത ഏറ്റവും അടിയിൽ നിന്ന് എടുക്കുക. ചൂടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ രുചിച്ച് നോക്കാണ്ടൊരു വിരവുണ്ടെന്ന് പറഞ്ഞില്ലേ. കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതെല്ലാം നല്ലതാണ്. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നീ ആ കടുങ്കാപ്പി ഒന്ന് എടുക്കുക. കടുങ്കാപ്പി എടുത്ത് ഞാൻ തിളപ്പിച്ച് ഗ്ലാസ്സിലേക്ക് എടുത്താൽ മതി. ലാസ്റ്റ് ഇതും കൂടെ ഉള്ളൂ. ഞാൻ ആദ്യം ഒഴിച്ച എണ്ണയുടെ കൂടെ പിന്നെ എനിക്കൊന്നൊരു 2 സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി മുഴുവൻ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഞാൻ വറുത്തെടുക്കുമായിരുന്നു. അവിടെ നിന്ന് തന്നെ തിന്ന് തീർക്കാതെ അവർക്കൂടെ ഒക്കെ കൊടുക്ക്. പ്ലേറ്റ് എടുത്തോണ്ടോ? അതിനകത്ത് എടുത്തു തരാം. ഉണ്ടോ? ഉണ്ടാക്കിയ ഞാൻ ഒരെണ്ണം പോലും രുചിച്ച് നോക്കിയില്ല. വേണ്ട, കഴിച്ചു. ടേസ്റ്റ് ഉണ്ടോ? ഒത്തിരി നാളായല്ലേ ഉണ്ണിയപ്പം ഇപ്പോൾ ഉണ്ടാക്കിയിട്ട്? കുറേ നാളാകുന്നു. ഞാൻ ഇന്ന് പെട്ടെന്ന് രാവിലെ ഓർത്തുന്ന ഇച്ചിരി ഉണ്ണിയപ്പം നാളത്തേക്ക് ഉണ്ടാക്കാനായിരുന്നു. പിന്നെ ഓർത്ത് ഇന്ന് വൈകിട്ടത്തേക്ക് അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. എടുത്തുണ്ട്, പ്ലേറ്റ് എടുത്തുണ്ടോ? ഇതെല്ലാം എടുത്ത് കെട്ടാൻ കാപ്പിയും എടുത്തോണ്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.
അപ്പം മറക്കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.